സുഹൃത്തുക്കളെ, ആദിയും അസിയും ഇപ്പോൾ വൻമതിലിൽ ഒരിടത്തിരുന്ന് മലമുകളിലെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയാണ്. ഒരു ഇളം തണുപ്പ് കാലാവസ്ഥയാണ്. അസി പറഞ്ഞു, ഏട്ടൻ ഓർക്കുന്നുണ്ടോ, ഇത് നമ്മൾ ഒരുമിച്ചുള്ള രണ്ടാമത്തെ ലോകാത്ഭുത കാഴ്ചയാണ്. ആദ്യത്തേത് താജ്മഹൽ, അത് കുറേ വർഷം മുന്നെയാണ്. ഏട്ടാ, എനിക്കൊരാഗ്രഹം. ഇനി ബാക്കിയുള്ള ലോകാത്ഭുതങ്ങളും നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് തന്നെ പോയി കണ്ടാലോ? അസിയുടെ ആഗ്രഹത്തെ ആളിക്കത്തിക്കും വിധം ആദി പറഞ്ഞു. നമ്മൾ ലോകാത്ഭുതങ്ങൾ മാത്രമല്ല, ലോകം തന്നെ മുഴുവനായി ഒരുമിച്ച് കാണാൻ പോകുന്നു. അത്ഭുതത്തോടെ അസി ചോദിച്ചു, അതിന് നമ്മുടെ കയ്യിൽ അതിനു മാത്രം പണമുണ്ടോ? ആദി മറുപടി പറഞ്ഞു, കുണ്ടിലിരിക്കും തവളക്കുഞ്ഞിന് കുന്നിനു മീതെ പറക്കാൻ മോഹം, അരിമണി ഒന്ന് കുറിക്കാനില്ല തരിവളയിട്ടു നടക്കാൻ മോഹം. ഇതുവരെ നാം കേട്ടുപഠിച്ചത് ഇതാണെങ്കിൽ ഇപ്പോൾ നാം പഠിക്കുന്നത് ആൽക്കമിസ്റ്റ് അല്ലേ? നിങ്ങളുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ, അതിനോട് നിങ്ങൾ വൈകാരികമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് സാധൂകരിക്കാൻ ഈ പ്രപഞ്ചം തന്നെ ഗൂഢാലോചന നടത്തും എന്നല്ലേ അതിൽ പറഞ്ഞിരിക്കുന്നത്? ഏട്ടാ, അതങ്ങനെയുണ്ടോ? ആദി മറുപടി പറഞ്ഞു, ഈ പ്രപഞ്ചം മുഴുവൻ അതിനായി ഗൂഢാലോചന നടത്തുമോ എന്നെനിക്കറിയില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഭാഗമായ നമ്മൾ ഗൂഢാലോചന നടത്തുകയാണെങ്കിൽ ഉറപ്പായും നടക്കും. അതിപ്പോ ഇത് മാത്രമല്ല, എന്തും നടക്കും. എന്തും? അസി ചോദിച്ചു. ആദി വികാരത്തോടെ ഇങ്ങനെ പറഞ്ഞു, ഗൂഢാലോചന നടത്തുകയെന്നാൽ അതിനായി ചിന്തിക്കുക, പ്രവർത്തിക്കുക, ജീവിക്കുക, അത്ര തന്നെ. മനസ്സിലായില്ല, അസി പറഞ്ഞു. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് മുൻപ് കിട്ടിയത് തന്നെ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇനി നമ്മുടെ ലക്ഷ്യസാക്ഷാത്കാരത്തിനായി പുതിയതെന്തെങ്കിലും കണ്ടെത്തുന്നു എന്ന് വെച്ചാൽ? അസി ചോദിച്ചു. പുതിയ ഒരു സ്ഥാപനം തന്നെ തുടങ്ങണം. അസിക്ക് കാര്യം പിടികിട്ടി. അസി അല്പം സങ്കല്പിച്ചതിന് ശേഷം തൻ്റെ ഏട്ടനോടായി ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് ആൽക്കമി എന്ന് പേരിടണം. നമ്മുടെ പേരിന്റെ ആദ്യാക്ഷരം തുടക്കമായി അതിനുണ്ടാവുകയും വേണം. ആദി സമ്മതം മൂളി. അസി സ്പെല്ലിംഗ് പറഞ്ഞു നോക്കി. ALKEMY. തുടർന്നവൻ കൂട്ടി വായിച്ചു, ആൽക്കമി. രണ്ടുപേരും മുറക്കെ നിശബ്ദത ഭേദിച്ചുകൊണ്ട് ആൽക്കമി, ആൽക്കമി, ആൽക്കമി ഉറച്ച ശബ്ദത്തിൽ അതിവൈകാരികമായി ലക്ഷ്യബോധത്തോടെ തീവ്രതയോടെ 3 തവണ വിളിച്ചു പറഞ്ഞു. അവർ പിന്നീട് മലയിറങ്ങുമ്പോഴാകട്ടെ പ്രപഞ്ചം അവർക്കായി ഗൂഢാലോചന നടത്തിയതിന്റെ രഹസ്യം പറച്ചിലിന്റെ മാറ്റുലികൾ അവരുടെ കാതുകളിൽ പതുക്കെ വന്ന് ഈണത്തിൽ അടിക്കുന്നുണ്ടായിരുന്നു.